ഹലോ, നമുക്കൊരു സിമ്പിൾ ക്രാഫ്റ്റ് കണ്ടാലോ? ഞാനുണ്ടല്ലോ ഇഷാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവൻ്റെ ഫോണിലെടുത്ത കുറച്ച് മെമ്മറീസ് ഉണ്ടാവുമല്ലോ, ഫോട്ടോസ്. സോ അതെല്ലാം ചെറിയ ചെറിയ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അവൻ്റെ കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പിന്നീട് സൂക്ഷിച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. സോ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഒരു കട്ടിയുള്ള പേപ്പർ വേണം. സോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന്. അതിനുശേഷം കുറച്ച് ഫെവിക്കോളും വേണം കേട്ടോ. ഫെവിക്കോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോട്ടോ ഈ ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ബാക്കി വരുന്ന സ്പേസ് ഉണ്ടല്ലോ, ഫോട്ടോയ്ക്ക് ചുറ്റുള്ള ആ സ്പേസ്, അവിടെ ഫെവിക്കോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഫുള്ളായി ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ദെൻ ഇനി വേണ്ടത് കുറച്ച് അരിയാണ്. അരി എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഫെവിക്കോളിന് മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ ഫെവിക്കോൾ കാണാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി വരണം കേട്ടോ. ആ ഒരു ഉണങ്ങി വരുന്ന ടൈമിൽ നമുക്ക് ഇഷാൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാം. സോ ഇത് ഉണങ്ങിയിട്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പെയിൻറ്റിങ് ആണ് കേട്ടോ. സോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. സോ ഗോൾഡൻ കളർ ഇതായിട്ട് കുറച്ചും കൂടെ ഒരു സ്യൂട്ടായി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഗോൾഡൻ കളർ പിക്ക് ചെയ്തത് കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ട് ആ ഫോട്ടോയും ആ കളറും നല്ലൊരു കോംബോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ?